മാമ്പൂ കണ്ടും മക്കളെ കണ്ടും മോഹിക്കരുത് എന്ന് പണ്ട് ഏതൊരു കവി പറഞ്ഞിട്ടില്ലേ. This series is for women in their 20s. Welcome to life of a 25-year-old entrepreneur. നമ്മുടെ സൗത്ത് ഇന്ത്യൻ സൊസൈറ്റിയിൽ ജനറലി പിള്ളേരെ ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്ത് നിർത്തുന്ന ഒരു സെൻറ്റൻസ് ഈ സാധനമാണ്. നിനക്ക് വേണ്ടി ഞാൻ എൻ്റെ ലൈഫ് മൊത്തം കളഞ്ഞു, ഞാൻ നിന്നെ 9 മാസം വയറ്റിൽ കൊണ്ടു നടന്നു, ഞാൻ നിനക്ക് വേണ്ടി 20 വർഷം കളഞ്ഞു, നിന്നെ നോക്കി, അപ്പം നീ ഞങ്ങൾ പറയുന്ന ആളെ കല്യാണം കഴിക്കണം, ഞങ്ങൾ പറയുന്ന ജോലി ചെയ്യണം, ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ പഠിക്കണം, ഞങ്ങൾ പറയുന്ന രീതിയിൽ ജീവിക്കണം. ബട്ട് ഇതാണോ ശരിക്കുമുള്ള പേരൻറ് ചൈൽഡ് റിലേഷൻഷിപ്പ്? അതെങ്ങനെ ട്രാൻസാക്ഷണൽ ആവേണ്ട ഒരു സാധനമാണോ? എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവിൽ കുട്ടികൾ ഉണ്ടാവുക എന്നുള്ളത് പേരൻസിൻ്റെ ഒരു ഡെസിഷനായിരുന്നു. വി ഡിഡ്ന്റ് ചൂസ് ടു ബി ബോൺ. അവരുടെ സന്തോഷത്തിന് വേണ്ടി അവർക്ക് ഉണ്ടായ ഒരു സാധനമാണ് നമ്മൾ. അപ്പോൾ 18 years വരെ അല്ലെങ്കിൽ നമ്മളൊന്ന് സ്റ്റേബിൾ ആവുന്ന വരെ നോക്കുക എന്നുള്ളത് ഇസ് ദെയർ റെസ്പോൺസിബിലിറ്റി ആസ് പേരൻസ്. എന്നിട്ട് നമ്മുടെ റെസ്പോൺസിബിലിറ്റി എപ്പോഴാണെന്ന് വെച്ചാൽ അവർക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ, അല്ലെങ്കിൽ നമുക്ക് അവരുടെ കാര്യങ്ങൾ നോക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷനിൽ അവരെ ടേക്ക് കെയർ ചെയ്യാൻ തുടങ്ങാം. അതിപ്പം കൂടെ നിന്നിട്ടാവാം, അല്ലെങ്കിൽ ഹൗസ് ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടാവാം, അല്ലെങ്കിൽ ഫൈനാൻഷ്യലി ആവാം, ഡിഫറെൻറ്റ് രീതികൾ. ഒരു ട്രാൻസാക്ഷണൽ രീതിയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളല്ല. ആൻഡ് ഇപ്പോഴും ആ ഒരു തോട്ട് പ്രോസസ്സിൽ കിടന്ന് ഇങ്ങനെ ശ്വാസം മുട്ടുന്ന ആൾക്കാരാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. യു ഡോണ്ട് നീഡ് ടു ഫീൽ ഗിൽറ്റി ഫോർ ചൂസിങ് യുവർ സെൽഫ്, ബിക്കോസ് ultimately if you're able to provide for your parents and take care of them when they're in need, you're a good kid.